സംസ്ഥാനത്ത് റേഷൻ കാർഡുകളുടെ മസ്റ്ററിംഗ് ഇന്നു മുതൽ പുനരാരംഭിക്കും. 1.5 മാസത്തിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് സർക്കാരിന്റെ തീരുമാനം. സ്ഥലത്തില്ലാത്തവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്കും പരിഗണന നൽകി നടപടി സ്വീകരിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പറഞ്ഞു. നിർത്തിവെച്ച മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് ആണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ പുനരാരംഭിക്കുന്നത്. 3 ഘട്ടമായിട്ടാണ് മസ്റ്ററിംഗ് നടത്തുക. 1-ാം ഘട്ടം ഇന്നു മുതൽ 24 വരെ തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത്. കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ 25 മുതൽ ഒക്ടോബർ 1 വരെ മസ്റ്ററിംഗ് നടക്കുമെന്നും അധികൃതർ അറിയിച്ചു. 3-ാം ഘട്ടം ഒക്ടോബർ 3 മുതൽ 8 വരെയാണ് നടക്കുന്നത്. പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് 3-ാം ഘട്ടം. ഒക്ടോബർ 15 മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. മുൻഗണനേതര കാർഡിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ജൂലൈ മാസം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ മാസത്തോടുകൂടി മസ്റ്ററിംഗ് നിർബന്ധമായും പൂർത്തീകരിക്കണമെന്നതാണ് അവരുടെ നിലപാട്. അത്തരം സാഹചര്യത്തിൽ NIC-യുമായും സെർവറുമായി ബന്ധപ്പെട്ട ഓപ്പറേറ്റിംഗ് മേഖലകളിലെ എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരുമായി പലതവണ ഇതിനിടയിൽ ചർച്ച നടത്തി. ആ ചർച്ചയിൽ പല പരീക്ഷണങ്ങളും ഞങ്ങൾ അവർക്ക് അവസരം നൽകി. ആ പരീക്ഷണങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് പെർഫെക്റ്റാണ്, അതിനൊരു സാങ്കേതിക തകരാറുണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള ഉറപ്പാണ് ലഭിച്ചിട്ടുള്ളത്. നേരിട്ടെത്താൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള കിടപ്പുരോഗികൾക്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. മറ്റ് സംസ്ഥാനങ്ങളിലോ ജില്ലകളിലോ താൽക്കാലികമായി താമസിക്കുന്നവർക്ക് അതാതിടങ്ങളിലെ ഏതെങ്കിലും റേഷൻ കടകളിൽ മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് നടപടി. 1.5 മാസത്തിനകം റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് നടത്താൻ ഒരുങ്ങുന്നത്. റേഷൻ വിതരണവും മസ്റ്ററിംഗും POS മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിയാത്തതാണ് നടപടികൾ മുടങ്ങാൻ കാരണമായത്. ജനം, തിരുവനന്തപുരം.